ഹർത്താൽ ദിനം ആഘോഷമാക്കുക എന്നുള്ളത് നമ്മളെ മലയാളികളെ ഒരു വൈബാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തപ്പോൾ മുങ്ങിയ 2 മുതലകളാണ് കേട്ടോ അത്. അപ്പം ഞാനിവിടെ ഉള്ളി ഫ്രൈ ചെയ്യാൻ തുടങ്ങി. ഗീ റൈസിനാണ് കേട്ടോ. അപ്പം ദാ പ്രണവേട്ടനും വാവയും സെറ്റാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ ദാ വേറൊരാളൂടി എത്തിയിട്ട് കേട്ടോ. ഗീ റൈസിന് മണമടിച്ച് എത്തിയതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗീ റൈസിനുള്ള പണിപ്പാടുകൾ ഞാൻ കുക്കറിലാണ് കേട്ടോ ഗീ റൈസ് വെക്കുന്നത്. അപ്പോൾ അമ്മ അവിടെ അരി വാഷ് ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പോഴത്തേക്കും എല്ലാം ഇട്ട് സെറ്റാക്കി വെച്ചു. ആൻഡ് റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. അമ്മയാണ് എനിക്ക് ഉപ്പ് ചെക്ക് ചെയ്ത് തരിക. ഈ കാര്യത്തിൽ ഞാൻ ഭയങ്കര വീക്കാണ്. അപ്പോൾ ഗീ റൈസ് ക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ സാലഡിനുള്ള പണി തുടങ്ങി കേട്ടോ. അപ്പോൾ സാലഡിന് ഇങ്ങനെ ക്യാരറ്റ് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബദ്രിബേബിക്ക് ക്യാരറ്റിന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ബദ്രിബേബിയുടെ വായിൽ ഒരു പൊടി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് മീൻ ടൈം നമ്മുടെ അമ്മ ചിക്കൻ കറിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ആൻഡ് ഞാൻ സാലഡ് സെറ്റാക്കി. ഒരു 10 മിനിറ്റ് സമയത്തിനുള്ളിൽ നമ്മൾ ഗീ റൈസ് റെഡിയായി കേട്ടോ. ആൻഡ് ഈ ഭംഗി പിന്നെ ഇളക്കിയാൽ കിട്ടില്ലല്ലോ. അപ്പോൾ അമ്മ എന്നോട് ഇളക്കുമ്പോൾ പറയുമായിരുന്നു അമ്മേനെ കാണാൻ വലിയ ഭംഗിയില്ല ഇന്ന്. അങ്ങനെ എല്ലാം പ്ലേറ്റിൽ വിളമ്പിയപ്പോഴാണ് ഞാൻ ഓർത്തത് ഒരു കാര്യം മിസ്സിംഗ് ആയ വിവരം. അത് നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ഫ്രിഡ്ജിലേക്ക് ഇട്ടു. അമ്മ ഫ്രിഡ്ജിൽ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പ്രണോട് എന്നെ കളിയൊക്കെ ആയിരുന്നു കേട്ടോ. നീ ആർക്കും കൊടുക്കാതെ ആദ്യം നീ തന്നെയാണോ കഴിക്കുന്നത്? എനിക്കെന്താണെന്നറിയില്ല ഗൈസ്, ഞാൻ അങ്ങനെയാണ്. അപ്പോൾ വേഗം ചിക്കൻ ഫ്രൈ എടുത്ത് പൊരിച്ചു. ഈ പാത്രത്തിൻ്റെ ഭംഗി നിങ്ങൾ നോക്കരുത്. കാരണം എത്ര കേടായി ഉപേക്ഷിക്കാത്ത പാത്രം നമ്മളെ വീട്ടിലൊക്കെ കാണുമല്ലോ അല്ലേ.